കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജിയെ 3 പ്രാവശ്യം കണ്ണൂർ സെൻട്രൽ ജയിൽ ബ്രിട്ടീഷുകാർ ആക്കിയതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. 922-ലും 924-ലും 928-ലും അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ സെൻട്രൽ ജയിലിലാക്കി. അതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മലബാർ സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ സജീവമായി പങ്കെടുത്ത ആളല്ല. പല കാരണങ്ങളാലാണ് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാട്ട് എഴുതുകയാണ് ആ ജയിലിൻ്റെ ഉള്ളിൽ വെച്ച്. ഈ 3 പ്രാവശ്യവും അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. 922-ൽ അദ്ദേഹം എഴുതിയത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പാട്ടാണ്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികിടരാകിയ 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടും സങ്കടമൊക്കെ നിവൃത്തി മാങ്കളേ. 313 മുർസലീങ്ങളെ തൗസുലാക്കി പാട്ടെഴുതി അദ്ദേഹം രക്ഷപ്പെട്ടു. 924-ൽ അദ്ദേഹം എഴുതിയ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ശിക്ഷ വിലങ്ങി ചെന്നവിടുത്തിത്താരാൻ എന്ന് പറയുന്നൊരു പാട്ട്, നല്ല കെസ് പാട്ട്. 928-ൽ അദ്ദേഹം എഴുതിയതാണ് ബദരീങ്ങളെ കുറിച്ചൊരു പാട്ട്. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ കുത്തുബുല്ലഖ്താബ എനിക്ക് കുത്തുബുഷുഹദോര തണിക്ക് കുത്തുബിങ്കളത്തേട്ട മധുക്ക് ഇറസുൽ നബിയാം കബുലാക്കി ബദർ പടപൊരുതടി മുന്നണി സൂത്രം ചതുർപുറമിലെ സഹബുകളണി നേത്രം കുരുടഭുജകളുടെ പടകൊടുമേത്രം അങ്കിങ്കും പൊങ്കും പടപൊങ്കിങ്കും സംകൃത പരിമുടിലങ്കൃതമായി കാണും എന്ന് പറയുന്ന നല്ലൊരു കെസ് പാട്ട് അദ്ദേഹം ബദരീങ്ങളെ കുറിച്ച് എഴുതുകയാണ്. അതിൽ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്, എന്നെ കണ്ണൂരിൽ നിന്ന് അന്തമാനിലേക്ക് നാട് കടത്തും എന്നിവർ പറയുന്നുണ്ട്. 1 മുതൽ 21 കൊല്ലം വീതി കടത്തും, 21 കൊല്ലം വരെ എന്നെ ജയിലിലാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കേസുള്ളത്. അതുകൊണ്ട് എനിക്ക് ബദരീങ്ങളല്ലാതെ എനിക്ക് സഹായത്തിനാരുമില്ല എന്ന് പറഞ്ഞ് ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അദ്ദേഹം പാട്ടെഴുതുന്നു, പാട്ടെഴുതി പാടുന്നു. ജയിലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്.